ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ കുറുമ്പടിക്കത്തെ എൻ്റെ ഫാമിലിക്കൊപ്പമുള്ള ഒരു കുഞ്ഞ വ്ളോഗാണ് കേട്ടോ. വേറൊന്നല്ല, എൻ്റെ നാത്തുമാരും ഇത്തത്തമാരും ഉപ്പിയും മൂത്താപ്പിയും മൂത്തമ്മി അങ്ങനെ അടങ്ങുന്ന ഒരുവിധം എല്ലാവരും കൂടെ പോകുന്ന ഒരു ചെറിയ ഫംഗ്ഷനാണ്. വീഡിയോ എടുക്കുന്നതിനിടയിൽ ക്യാമറയൊക്കെ മുകളിലോട്ടായിട്ടുണ്ട്, ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ശരിയാക്കിയത് നമ്മൾ കുട്ടിപ്പട്ടാളങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ഇവർക്കൊക്കെ വീഡിയോയിൽ വരണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. അങ്ങനത്തെ നമ്മുടെ കാർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറിൽ കയറിന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ കണ്ട ഓട്ടോയിലല്ല നമ്മൾ കയറിയത്. അതിൽ മൂത്താപ്പി മൂത്തമ്മി പിന്നെ കുറച്ച് തത്തമാർ നാത്തുമാരൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നമ്മളിത് ഈ ഒരു കാറിലാണ് കയറിയിട്ടുള്ളത്. ഇത് കാക്കേൻ്റെ ഡ്രൈവർ, കാക്കാൻ്റെ വൈഫ് ഇത് അടുത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ പറഞ്ഞ മറ്റു രണ്ട് നാത്തുമാരും മക്കളും അങ്ങനെ എല്ലാവരും കൂടെ ഈ ഒരൊറ്റ വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെ തിക്കിക്കൊള്ളിച്ച് ഒരുവിധം നമ്മളങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കൊള്ളാത്ത ആൾക്കാരെയാണ് നമ്മളിത് ആ ഒരു വണ്ടിയിലേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ആ വണ്ടിയിലാട്ടോ വരുന്നത്. അപ്പം നമ്മളെല്ലാവരുടെയും ഒക്കെ റെഡിയാക്കിയത് പോവാട്ടോ. അപ്പോൾ അങ്ങോട്ട് നിന്നല്ലേ എൻ്റെ ഒരു ഇത്താത്താൻ്റെ, അതായത് എൻ്റെ മൂത്താപ്പാൻ്റെ മകളുടെ വീട്ടിലോട്ടാണ്. അവിടെ കുഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഉള്ള കുഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് യാത്ര പോവാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ കാറൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട് പയ്യനങ്ങാടിയിലാട്ടോ വരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ട് യാത്ര പോവാണ്. അവരുടെ വീട്ടിലേക്ക് ഞാൻ ഏതോ കാലത്ത് പോയതാണ്, ഈ അടുത്ത കാലത്തെങ്ങാനും ഞാൻ പോയിട്ടില്ല. അതുപോലെ ഇവരൊക്കെ ആദ്യമായിട്ട് പോകണം കേട്ടോ. എൻ്റെ കൂടെയുള്ളവരൊക്കെ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ ഏകദേശം 2-3 തവണ പോയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ കുറേ മുന്നെയാണ്, ഇപ്പോഴൊന്നും അടുത്തൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് പ്രശ്നം നമ്മളടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. വണ്ടിക്കാർ വന്ന് വണ്ടിയൊക്കെ ബ്ലോക്കായിട്ട് ഒരു ചെറിയ പ്രശ്നം അവിടെ നടന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നാത്തൂനും മൂത്തമ്മയൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും ഞങ്ങൾ വീട്ടിൽ പോകും കേട്ടോ. നമ്മൾ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ പോയി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഉള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, കുറേ വീഡിയോസ് എടുക്കാൻ വെച്ചാൽ ഒന്നാമത് ഭയങ്കര തിരക്കും, പിന്നെ കുട്ടികളുടെ കരച്ചിലും അങ്ങനെയൊക്കെ കൂടെ ഒരു ഇതായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഉപ്പയും എൻ്റെ 2 തതമാരും ലേറ്റായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉപ്പയാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ അവരെയും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. അങ്ങനെ അപ്പോൾ നമ്മൾ അവരെയും ഒഴിവാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അവരെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോയിലൊക്കെ ഇപ്പോൾ അവർക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. എൻ്റെ ഫാമിലി എല്ലാവരും എനിക്ക് എപ്പോഴും എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി കട്ടയ്ക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളൊരു കാര്യം. പിന്നെന്താണ്, അങ്ങനെ നമ്മുടെ മോന് ഒരു പേര് റിച്ചു. ഓക്കെ, റിച്ചു ഇത് നമ്മുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റോസാപ്പൂറ്റൊക്കെ. അപ്പോൾ നമ്മൾ ഐഷു 2 പേര് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സനമോൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതേറ്റ് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു സനമോൾ. അതിന് ശേഷം നമ്മൾ മക്കൾസ് എല്ലാവരും കൂടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രസമല്ലേ ഇതെങ്ങനെ എടുക്കുമ്പോൾ അല്ലേ. അങ്ങനെ നമ്മൾ മക്കൾസിനൊക്കെ എടുത്ത് നമ്മൾ നേരെ ഒരു വീഡിയോ എടുത്ത് പോകാൻ കേട്ടോ. അവരിങ്ങനെ അഡ്രസ്സ് വെച്ച് വരുന്നതിൻ്റെ നേരെ നമ്മൾ സനക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വെച്ചാൽ, പക്ഷേ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വരുമായിരുന്നു, അത്ര തന്നെ നമ്മൾ ഇതിൽ ചെറുതാക്കിയിട്ടുള്ളൂ. പിന്നെയുള്ളത് നമ്മൾ കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സനനെ നല്ല സുന്ദരിയാക്കി പുതിയണ്ടാക്കി മാറ്റി ഇന്നലെ സുന്ദരിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇത് അവൾ മിഠായിട്ടൊക്കെ തിരിച്ച് വരികയാണ്. എല്ലാവർക്കും മിഠായും അതുപോലെ ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിട്ടൊക്കെ വരികയാണ്. സിറ്റൗട്ടിൽ കുറേ പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂത്തെത്താതായിട്ട് എൻ്റെ മോൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മക്കൾസ് എല്ലാവരും നമ്മുടെ സനൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മൂത്താപ്പാൻ്റെ മൂത്ത പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ ഭയങ്കര സന്തോഷം, ഭയങ്കര കരച്ചിലായിരുന്നു മൂത്താപ്പ മോളെ കെട്ടി പിടിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞത് അവൾ ഫ്രണ്ടിൽ വന്നു, വീട്ടിലോട്ട് കയറി. അതിന് ഇതിൽ എല്ലാവർക്കും മിഠായി, സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ അടിപൊളി പരിപാടി തന്നെയായിരുന്നു. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഖുർആനൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അതിന് ശേഷം അവൾ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വർണ്ണം കെട്ടൽ ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ മാമനാണ് സ്വർണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ആൾ ഗൾഫിലായതുകൊണ്ട് തന്നെ നമ്മൾ റിച്ചു തന്നെയാണ് സ്വർണ്ണം കെട്ടിക്കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾ അനിയൻ തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് കുറച്ച് നമ്മൾ ഐശൊന്ന് കെട്ടാൻ നല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ. പിന്നെ മോൾക്ക് എങ്ങനെയായാലും അത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് വലിയ ആൾ തന്നെ വേണമല്ലോ. അപ്പോൾ നമ്മുടെ റിച്ചു ആണ് ഗോൾഡൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിഠായി, പിന്നെ എല്ലാവർക്കും മിഠായി എടുക്കുന്നതും തിന്നതിനെയും തിരക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ അപ്പോൾ നമ്മളെ സനതേ മിഠായി കഴിക്കുന്നുണ്ട്, കണ്ടില്ലേ. അവളുടെ പരിപാടിയാണ്, അപ്പോൾ അവളെന്നെ അതൊക്കെ അധികം കഴിക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മളെ മക്കളൊക്കെ അവളുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആളൊരു കുഞ്ഞ് പുതിയനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കഴിഞ്ഞതേ പിന്നെ അവൾക്ക് ഗിഫ്റ്റ്, അവളുടെ ഫ്രണ്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു.
അതൊക്കെ അവൾ മേടിച്ചു. അത് കഴിഞ്ഞതേ ഉപ്പയും മൂത്താപ്പിയും പിന്നെ എൻ്റെ ഇക്കാക്കി ഞങ്ങളെ ഫാമിലി എൻ്റെ ഉപ്പയും മൂത്താപ്പി ഇക്കാക്കിയാണ് കേട്ടോ അവിടെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം തിരിച്ച് പോകാൻ. ഇതാട്ടോ അവിടെ വലിയ അതായത് എൻ്റെ മൂത്താപ്പയാണ് കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടേബിളൊക്കെ ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കയറിയിരുന്നു. സൗദാത്ത പിന്നെ നേരെ കെട്ടിൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ച് താത്തമാർ നാത്തുമാരായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഫുഡ് വിളമ്പിയാൽ പറയണ്ടല്ലോ, നേരെ ഫുഡടി വേറെ പരിപാടിയൊന്നുമില്ല. ആദ്യം നമ്മളങ്ങനെ ഇരിക്കും, പിന്നെ നമ്മൾ ബാക്കിയുള്ളവർ വന്നിക്കണേന്ന് നോക്കുള്ളൂ കേട്ടോ. അങ്ങനത്തെ അവരാരും നോക്കണമെന്നില്ല, അവരാദ്യം അവരെ വയറ് ഫുള്ള് അല്ല. പിന്നെ ഞങ്ങളിതേ മക്കൾക്കൊക്കെ ചോറിട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളും ചോറുന്നായിരിക്കും കേട്ടോ. പിന്നെ സൽമാത്താനെ കുറിച്ച് പറയേണ്ട, നാത്തുമാരെ ഭയങ്കര സ്നേഹം കണ്ടില്ല, ഇട്ട് ഊട്ടിക്കൊല്ലും. പിന്നെ എന്നിട്ട് അവൾക്കിട്ട് തിന്നാൻ പറ്റിയോ അതുമില്ല. പിന്നെ എനിക്കൊരു വീഡിയോ ഒക്കെ എടുത്ത് തന്ന് അതിന് ശേഷം കുട്ടികൾ കരഞ്ഞപ്പോൾ അവൾ എല്ലാവരും നെയ്ച്ചിട്ട് മോളെ ഇരുത്തി കൊടുത്തു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, അതുപോലെ അടിപൊളി പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ പായസമൊക്കെ കുടിച്ചു. അത്യാവശ്യം തിരക്ക് മീൻസ് നമ്മൾ പുരക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പുറത്തുനിന്നവരും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചത് അഫിയും നദീറൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്തുള്ള വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ പിടിച്ച് സെറ്റ് ചെയ്യട്ടോ. ഒരാളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പറ്റിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അങ്ങനെ എല്ലാത്തിനും പിടിച്ച് ഒതുക്കി ലാസ്റ്റ് വന്നിട്ടുണ്ട്. ഫോട്ടോ എടുത്തതിന് നമ്മുടെ ബീവിയിലാണ് കേട്ടോ, അതായത് മൂത്തമ്മാൻ്റെ അനിയത്തിൻ്റെ മകളാണ്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കാൻ എല്ലാവരെയും സെറ്റാക്കി ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തു തരാൻ, നമുക്ക് നമ്മൾ യൂട്യൂബിലിടണ്ടേ. അപ്പോൾ അതേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു വീഡിയോ ഒക്കെ പറയാനും. വീഡിയോസ് മീൻസ് അതിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ നല്ല രസമായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വോയിസും കൊടുക്കരുത്, വോയിസൊക്കെ മാറ്റണം, അതേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസൊക്കെ കണ്ട് ഒഴിവാക്കി. കാരണം പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത്, അപ്പോൾ അതൊക്കെ മോശമല്ലേ. അപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ നമ്മുടെ മക്കൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുവിട്ടു. അത് കഴിഞ്ഞ് പിന്നെ സൽമാത്തിയും സബിതാത്തിയും മുത്തമ്മയൊക്കെ നേരെ വൈകിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇതുണ്ടായിരുന്നത്. അതായത് എല്ലായിടത്തും കഴിഞ്ഞാൽ ഷവ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കഴിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. സൽമാത്ത 2ാം ട്രിപ്പല്ല കേട്ടോ, ഒറ്റ ട്രിപ്പാണ് പാവം. അപ്പോൾ നേരത്തെ നീറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ചോറയപ്പോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞതേ നമ്മൾ സന അവളുടെ കൂട്ടുകാരികൾ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ അവളുടെ റിലേറ്റീവ്സ് ആരൊക്കെ ഉണ്ട് അതൊന്നും നമുക്കറിയില്ല. അവളുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ആളും തന്നെ വീഡിയോ എടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളെ ഫോട്ടോസും അവളുടെ ഫ്രണ്ട്സൊക്കെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ ഫുഡ് കഴിക്കുന്ന വീഡിയോയും കൂടെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി ഫ്രണ്ടിലൊക്കെ പോയത് ഞാൻ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സന്തോഷമല്ലേ ഈ വീഡിയോ ഒക്കെ പിന്നീട് കാണുമ്പോഴാണെങ്കിലും നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മളതൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് അതിൻ്റെ സുമിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നേരെ പൊന്തക്കെട്ടി കൂടെയൊക്കെ ഇറങ്ങി നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ സബിതാത്താനും സൽമാത്താനൊക്കെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയതാണ്. അങ്ങനെ നമ്മളിത് ഈ പടച്ച പറമ്പിലൂടെയൊക്കെ നടന്ന് നമ്മൾ നേരെ നമ്മളെ വണ്ടിയിലോട്ട് വരികയാണ് കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി, അല്ലെങ്കിൽ തത്തമാരും നാത്തന്മാരും എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി ഒത്തുകൂടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, ഒരു പ്രോഗ്രാം തന്നെ ആയിരുന്നു. പിന്നെ നമ്മളെ മക്കളെല്ലാവരും ഡിക്കിലായിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കയറ്റിയതെല്ലാം അവർക്കത് ഇഷ്ടമാണ്. എല്ലാവരും കൂടെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ ഡിക്കിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മൂത്തമ്മി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ ഇതേപോലെ കുത്തിക്കൊള്ളിച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് പോയിട്ടാണ്. അത് കണ്ടിട്ട് എനിക്ക് വീഡിയോ ഒക്കെ കട്ടസപ്പായിട്ട് നിൽക്കുന്നുണ്ട് താത്തമാരെൻ്റെ കൂടെ. അതുപോലെ ഇപ്പം കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയല്ലേ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് കലിപ്പിലായിരുന്നു, എല്ലാവരും കയറിയപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി. അങ്ങനെ നമുക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായത്. ഉമ്മയും നാത്തൂരും കുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതായത് കുട്ടിയാണ് അഡ്മിറ്റ്. അപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു, അവർക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെന്താണ്, അങ്ങനെ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ എന്നെ കെട്ടിച്ച വീട്ടിൽ, അതായത് ചേന്ദ്ര എന്നെ വീട്ടിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഉപ്പ. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള വീഡിയോ. അപ്പോൾ ഇതെല്ലാവരും ടാറ്റ ബൈ പറഞ്ഞ് നമ്മളെ വീഡിയോ ഇവിടെ ഞാൻ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ടാറ്റാ.